ഗൈനോസിഡൽ സെക്ഷൽ വയലൻസ് ഹമാസ് സ്വീകരിച്ച ഈ തന്ത്രം ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾ എന്ന റിപ്പോർട്ടുകൾ പുറത്ത്. സ്ത്രീകൾ ജീവിച്ചിരിക്കുമ്പോഴും സ്ത്രീകൾ മരിച്ചതിനു ശേഷവും ലൈംഗികമായി ആക്രമിക്കപ്പെട്ടു. പരസ്യമായ നഗ്ന പ്രദർശനത്തിനും ജനനേന്ദ്രിയങ്ങൾ വികൃതമാക്കുന്നതിനും സ്ത്രീകൾ വിധേയരായി. സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ആൺകുട്ടികളെയും പ്രായമായവരെയും ഹമാസ് ലൈംഗികമായി പീഡിപ്പിച്ചു. മാക്സിമം വേതന ഇരകൾക്ക് നൽകുക എന്ന പ്രാകൃതമായ രീതിയാണ് ഹമാസ് അവലംബിച്ചത്. ഒക്ടോബർ 27 ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിനിടെയും അതിനുശേഷവും ഹമാസ് തടവിലാക്കിയവരോട് കാട്ടിയ ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇസ്രായേൽ നടത്തിയ സ്വതന്ത്ര അന്വേഷണ റിപ്പോർട്ടിലാണ് തടവിലാക്കപ്പെട്ട കുടുംബാംഗങ്ങളെ പോലും പരസ്പരം ലൈംഗിക പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ഹമാസ് നിർബന്ധിച്ചു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 430 അഭിമുഖങ്ങൾ, 10,000-ലധികം ഫോട്ടോകൾ, വീഡിയോകൾ എന്നിവ പരിശോധിച്ച ശേഷമാണ് 300 പേജുള്ള ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. കുടുംബ ബന്ധങ്ങളെ ആയുധമാക്കി മാനസികമായും ശാരീരികമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം അതിക്രമങ്ങൾ നടത്തിയത്. ഇതിനെ ഗൈനോസിഡൽ സെക്ഷൽ വയലൻസ് എന്നാണ് അന്വേഷകർ പറയുന്നത്. സ്ത്രീകൾ ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചതിനു ശേഷവും ലൈംഗികമായി ആക്രമിക്കപ്പെട്ടു. പരസ്യമായ നഗ്ന പ്രദർശനങ്ങൾ നടത്തി ജനനേന്ദ്രിയങ്ങൾ വികൃതമാക്കി. സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും ഒപ്പം ആൺകുട്ടികളെയും പ്രായമായവരെയും ഹമാസ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന റിപ്പോർട്ടിൽ പറയുന്നു. തന്നെ ഒരു സെക്സ് ഡോൾ പോലെയാണ് അവർ കൈകാര്യം ചെയ്തത് എന്ന ഒരാളുടെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. ലൈംഗിക അതിക്രമങ്ങൾ എന്നത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല എന്ന് മറിച്ച് വേദനയും ദുരിതവും പരമാവധി വർദ്ധിപ്പിക്കാൻ ഹമാസ് സ്വീകരിച്ച ആസൂത്രിത തന്ത്രമായിരുന്നുവെന്നും അന്വേഷക കമ്മീഷൻ സ്ഥാപക ഡോക്ടർ കൊച്ചവ് എൽകായവ് ലെവി പറയുന്നു. ഒക്ടോബർ 7 നടന്ന കൂട്ടക്കൊലകൾക്കിടയിലും ഗാസയിലെ തുരങ്കങ്ങളിലും സുരക്ഷിത താവളങ്ങളിലും വെച്ച് മാസങ്ങളോളം ഇത്തരം അതിക്രമങ്ങൾ തുടർന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഈ പ്രവൃത്തികൾ യുദ്ധക്കുറ്റങ്ങളും മാനവരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും വംശഹത്യയുമാണ് എന്ന നിഗമനത്തിലാണ് കമ്മീഷൻ. 1987 ഹമാസ് അല്ലെങ്കിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റിന്റെ തുടക്കം കുറിക്കുന്നത്. ഷെയ്ഖ് അഹമ്മദ് സിമയിൽ ഹസൻ യാസിൻ ആണ് സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. 1970 ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് എന്ന വർഗീയ സംഘടനയുടെ പ്രവർത്തനം പലസ്തീനിലും ആരംഭിച്ചു. ഷെയ്ഖ് അഹമ്മദ് യാസിൻ ആയിരുന്നു സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കൊപ്പം തങ്ങളുടെ നിഗൂഢ ലക്ഷ്യങ്ങൾക്ക് മറയായി പലസ്തീനിലെ സേവന പ്രവർത്തനങ്ങളും സംഘടന ഉപയോഗിച്ചിരുന്നു. 1967 ഇസ്ലാമിക സഖ്യം ഇസ്രായേലിനെ ആക്രമിച്ച 6 ദിവസ യുദ്ധം അവസാനിച്ചപ്പോൾ പലസ്തീന് മേൽ കൂടുതൽ ആധിപത്യം നേടാൻ ഇസ്രായേലിന് സാധിച്ചു. ഇതോടെ പലസ്തീനിയൻ മുസ്ലിം ബ്രദർഹുഡ് സേവന പ്രവർത്തനങ്ങൾ മറയാക്കി ഗാസ മുനമ്പ്, വെസ്റ്റ് ബാങ്ക് തുടങ്ങിയ പലസ്തീൻ പ്രദേശങ്ങളിൽ പ്രവർത്തനം തുടങ്ങി. തുടർന്ന് 1987 ഡിസംബറിൽ ബ്രദർഹുഡിന്റെ രാഷ്ട്രീയ വിഭാഗമായി യാസിൻ ഗാസയിൽ ഹമാസിനെ സ്ഥാപിച്ചു. ഇസ്ലാമിക ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം എന്നർത്ഥം വരുന്ന ഹറക്കത്ത് അൽ മുഖാവമ അൽ ഇസ്ലാമിയ, ഇസ്ലാമിക പ്രതിരോധ മുന്നേറ്റം എന്ന അറബി വാക്കിന്റെ ചുരുക്കെഴുത്താണ് യഥാർത്ഥത്തിൽ ഹമാസ്. അക്കാലത്ത് ഹമാസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ബ്രദർഹുഡിൽ നിന്നും പലസ്തീനികൾ പിന്മാറാതിരിക്കുക എന്നതായിരുന്നു. പലസ്തീനികളെ അകറ്റും എന്ന് ഭീഷണിപ്പെടുത്തിയ മറ്റൊരു സംഘടനയായ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിനെ പ്രതിരോധിക്കുക എന്നതായിരുന്നു ഹമാസിന്റെ ലക്ഷ്യം. തുടർന്ന് ജൂതരെ നശിപ്പിക്കാനും ഇസ്രായേലിനെ പിടിച്ചെടുത്ത് പാലസ്തീനോട് ചേർത്തൊരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യവും പലസ്തീൻ ജനതയുടെ ഉള്ളിൽ തിരികെ കയറ്റി. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഇതിനുവേണ്ടിയുള്ള ആക്രമണങ്ങൾക്കുള്ള പദ്ധതിയാണ് ഹമാസ് തയ്യാറാക്കിയത്. 1987 മുതൽ 93 വരെ ഇസ്രായേലിനെതിരെയുള്ള ഹമാസ് ഭീകര ആക്രമണങ്ങളുടെ കാലമായിരുന്നു. 93 ഏപ്രിലാണ് ഇസ്രായേലിനെതിരെ ഹമാസ് ആദ്യമായി ചാവേർ ബോംബാക്രമണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.